പിന്നെ കൊട്ടേഷൻ കൊടുത്ത് ഞാനാണെന്ന്. ആ ഉത്തരവാദിത്തം വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം, വേണ്ടെങ്കിലും ഏറ്റെടുക്കാം. പക്ഷെ കേട്ടിടത്തോളം ഇതൊന്നുമല്ല. ഷാജ വടി വെട്ടാൻ പോയതിട്ടേ ഉള്ളൂ. നീ തകർത്ത കുടുംബങ്ങൾ, നീ മൂലം ആത്മഹത്യ ചെയ്തവരുടെ ബന്ധുക്കൾ, നീ വ്യാജ പ്രചരണം നടത്തി നശിപ്പിച്ചവർ, നീ പണം പിടുങ്ങാൻ നോക്കിയവർ, നീ ഇഷ്ടമില്ലാതെ പടർത്തിയ വർഗീയതയുടെ ഇരകൾ, ഇവരൊക്കെ എന്നും കൈയും കെട്ടി നിയമം കൊണ്ടുവന്ന് പിണറായി സർക്കാർ വീട്ടിൽ കൊണ്ടു തരുമെന്നോ അല്ലെങ്കിൽ ഈ നാട്ടിലെ പോലീസുകാർ നീതി കൊണ്ടു കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യവുമില്ലാതെയാണ് RSS പ്രവർത്തകർ സഞ്ജിത്ത് കൊലപ്പെട്ട കേസിൽ പ്രതികളെ ഒളിപ്പിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ് തന്തയില്ലാത്ത വാർത്ത ഇവൻ ചെയ്തത്. ഒടുവിൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചു, മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു RSSകാരൻ ഈ വാക്ക് വിശ്വസിച്ച് കൊലക്കത്തിയുമായി വന്നിരുന്നെങ്കിൽ ഇവൻ പറയുമായിരുന്നു സുഡാപ്പി RSS സംഘടനമെന്ന് പ്രചരിപ്പിക്കുമായിരുന്നു. കേരള കോൺഗ്രസ് നുഴഞ്ഞു കയറിയ സുഡാപ്പിയാണ് ഞാനെന്ന് വരെ ഈ വൃത്തികെട്ടവൻ, നെറികെട്ടവൻ, ഈ നാട് മുഴുവൻ നടന്ന് തല്ലുകൊള്ളുന്നവൻ അവന്റെ സ്വന്തം ചാനലിൽ കൂടി വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എന്നെ പേടിച്ച് ആ വീഡിയോ അവൻ താത്തിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയുടെ മുറ്റത്ത് ഷാജിന് കയറാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാവരും ആദരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വക്കീലുണ്ട്. അദ്ദേഹം ബാർ കൗൺസിൽ സെക്രട്ടറിയാണ്, വള്ളക്കടവ് മുരളി സാറ്. ആ വള്ളക്കടവ് മുരളീധരൻ എന്ന് പറയുന്ന എല്ലാവരും പ്രായഭേദമന്യ സാർ എന്ന് തന്നെ വിളിച്ച് ബഹുമാനിക്കുന്ന മിടുക്കനായ ക്രിമിനൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് കോടതികളിൽ, അദ്ദേഹത്തിനെതിരെ ഒരു പെണ്ണ് കേസ് പ്രചരിപ്പിച്ചു. ആ കേസിനകത്ത് വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ച് പ്രകടനം നടത്തി പോയ ഒരു ദിവസം കണ്ടുപോയി ജാമ്യം എടുത്തിട്ടുണ്ട്. അതിനുശേഷം കോടതി തുടർച്ചയായിട്ട് അവധി കൊടുക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ കാരണം കൊണ്ട് ആ വഞ്ചിയൂർ കോടതിയുടെ കാമ്പസിൽ കയറത്തില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നലെ രാത്രി മുതൽ മുഴങ്ങിക്കേക്കാൻ തുടങ്ങിയൊരു കരച്ചിലാണ്. വേറൊന്നുമല്ല, ഷാജൻസ്കറിയായെ തല്ലിയത് CPMകാരാണ്, DYFI പ്രവർത്തകരാണ്, ഭരണത്തെ വിമർശിച്ചവരാണെന്നൊക്കെ അതേ വാർത്താ അവതരണക്കാർ അല്ലെങ്കിൽ ഷാജന്റെ കൂലിക്കാരന്മാർ പറയുന്നത് നമ്മൾ പലരും കേട്ടു. അതേ ശാസ്ത്രത്തിൽ തന്നെ അവർ പറയുന്നു വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടറാണ്, പാറ കോറിക്കാരനാണ്, പഴയ KSU നേതാവാണെന്നൊക്കെ. അപ്പൊ രാഷ്ട്രീയമല്ല, ഒരുത്തിന്റെ കുടുംബം തകർക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് നിയമമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. സാധാരണക്കാരൻ എപ്പോഴും നിയമത്തിന്റെ പുറകെ ചെന്നാൽ നീതി കിട്ടില്ല. ഒരു കാര്യവുമില്ലാതെയാണ് RSS പ്രവർത്തകർ സഞ്ജിത്ത് കൊലപ്പെട്ട കേസിൽ പ്രതികളെ ഒളിപ്പിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ് തന്തയില്ലാത്ത വാർത്ത ഇവൻ ചെയ്തത്. ഒടുവിൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചു, മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു RSSകാരൻ ഈ വാക്ക് വിശ്വസിച്ച് കൊലക്കത്തിയുമായി വന്നിരുന്നെങ്കിൽ ഇവൻ പറയുമായിരുന്നു സുഡാപ്പി RSS സംഘടനമെന്ന് പ്രചരിപ്പിക്കുമായിരുന്നു. കേരള കോൺഗ്രസ് നുഴഞ്ഞു കയറിയ സുഡാപ്പിയാണ് ഞാനെന്ന് വരെ ഈ വൃത്തികെട്ടവൻ, നെറികെട്ടവൻ, ഈ നാട് മുഴുവൻ നടന്ന് തല്ലുകൊള്ളുന്നവൻ അവന്റെ സ്വന്തം ചാനലിൽ കൂടി വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എന്നെ പേടിച്ച് ആ വീഡിയോ അവൻ താത്തിട്ടിട്ടുണ്ട്, എങ്കിലും ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുമുണ്ട്. അപ്പം കയ്യിലിരിപ്പ് കൊണ്ടാണ് അടിമേടിച്ചത്, അല്ലാതെ പാർട്ടിയോ രാഷ്ട്രീയമോ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യമില്ല. ഇതൊക്കെ ഇവര് വേണ്ടി ന്യായീകരിക്കുന്നവന്മാര്, അല്ലെങ്കിൽ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവനെ നക്കാപ്പിച്ച് വാങ്ങിച്ച് നിൽക്കുന്ന എത്ര പേര് ഞാൻ കാണിച്ചു തരണമെന്നറിയോ? ഇവന്റെ കൂട്ടത്തിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോയി വേറെ സ്ഥാപനങ്ങളിൽ മാന്യമായി ജോലി ചെയ്യുന്നവരെ, അവരൊക്കെ അന്തസ്സായി ജോലി ചെയ്യുന്നുണ്ട്. അതായത് നാട്ടുകാരുടെ മലം തിന്ന് ജീവിക്കുന്ന മലനാടൻ കറിയായ പോലെയല്ല. ഇതൊക്കെ ഒരു തുടക്കമാണ്. കാരണം നമ്മളൊക്കെ ഈ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർക്ക് നിരക്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധവും പരിചയമൊക്കെ ഉണ്ട്. പിന്നെ കൊട്ടേഷൻ കൊടുത്ത് ഞാനാണെന്ന്. ആ ഉത്തരവാദിത്തം വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം, വേണ്ടെങ്കിലും ഏറ്റെടുക്കാം. പക്ഷെ കേട്ടിടത്തോളം ഇതൊന്നുമല്ല. ഷാജ വടി വെട്ടാൻ പോയതിട്ടേ ഉള്ളൂ. നീ തകർത്ത കുടുംബങ്ങൾ, നീ മൂലം ആത്മഹത്യ ചെയ്തവരുടെ ബന്ധുക്കൾ, നീ വ്യാജ പ്രചരണം നടത്തി നശിപ്പിച്ചവർ, നീ പണം പിടുങ്ങാൻ നോക്കിയവർ, നീ ഇഷ്ടമില്ലാതെ പടർത്തിയ വർഗീയതയുടെ ഇരകൾ, ഇവരൊക്കെ എന്നും കൈയും കെട്ടി നിയമം കൊണ്ടുവന്ന് പിണറായി സർക്കാർ വീട്ടിൽ കൊണ്ടു തരുമെന്നോ അല്ലെങ്കിൽ ഈ നാട്ടിലെ പോലീസുകാർ നീതി കൊണ്ടു കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഏറ്റവും
എന്നെ ശക്തമായ രീതിയിൽ ഷാജൻ മുടക്കിയിട്ട് പോലും ഞാൻ എടുപ്പിച്ച FIR ആണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇത് ഡിഫൻസ് അല്ലേ ഉള്ളൂ, ഡിഫർമേഷൻ അല്ലേ ഉള്ളൂ, നമുക്കത് സ്വകാര്യ അന്യായത്തോടെ പൊക്കൂടെ എന്നുള്ള ഒരു ചോദ്യം ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ട്. ആ ഡിഫർമേഷൻ ഒന്നുമല്ല. എന്നോട് പണം ചോദിച്ചിട്ടുണ്ട്, സന്ദീപ് വാര്യർ അതിനുവേണ്ടി ഇടനില നിന്നിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ പോലീസിന് എത്തിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ടെത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഷാജനെ പേടിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ നടപടി നിർത്തിവച്ചിരിക്കുന്നെങ്കിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്നുള്ള അപേക്ഷ കൂടി ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഷാജനെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. ഒരൊറ്റ കാര്യമുള്ളൂ, ഈ കാര്യം കോടതിയിലെത്തണം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയുടെ മുറ്റത്ത് ഷാജന് കയറാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാവരും ആദരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വക്കീലുണ്ട്. അദ്ദേഹം ബാർ കൗൺസിൽ സെക്രട്ടറിയാണ്, വള്ളക്കടവ് മുരളി സാറ്. ആ വള്ളക്കടവ് മുരളീധരൻ എന്ന് പറയുന്ന എല്ലാവരും പ്രായഭേദമന്യ സാർ എന്ന് തന്നെ വിളിച്ച് ബഹുമാനിക്കുന്ന മിടുക്കനായ ക്രിമിനൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് കോടതികളിൽ, അദ്ദേഹത്തിനെതിരെ ഒരു പെണ്ണ് കേസ് പ്രചരിപ്പിച്ചു. ആ കേസിനകത്ത് വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ച് പ്രകടനം നടത്തി പോയ ഒരു ദിവസം കണ്ടുപോയി ജാമ്യം എടുത്തിട്ടുണ്ട്. അതിനുശേഷം കോടതി തുടർച്ചയായിട്ട് അവധി കൊടുക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ കാരണം കൊണ്ട് ആ വഞ്ചിയൂർ കോടതിയുടെ കാമ്പസിൽ കയറത്തില്ല. ഈ വള്ളക്കടവ് മുരളീധരൻ സാറിന്റെ ശിഷ്യഘടകങ്ങളിൽപ്പെട്ട എത്ര വക്കീലന്മാരുടെ മുന്നിൽ കൂടെ ഇവൻ നടക്കുന്നുണ്ടെന്നറിയാവോ? ഞാൻ ഇന്നലെ 3 മണിക്കും ഇവനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരുത്തനാണ്. 6:40 പടി കിട്ടി. 5 പ്രതികളിൽ ഒരാൾ ഞാനാണ് എന്നാണ് അവന്റെ വാദം. ആയിക്കോട്ടെ, ഞാൻ തൊടുപുഴയിലുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനുമായി രാവിലെ ബന്ധപ്പെട്ടിരുന്നു. FIR കോപ്പി ഞാൻ മേടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പരസ്യമായി ഈ പ്രൊഫൈലിന്റെ മുകളിൽ തന്നെയുണ്ട്. അവിടെ ചോദിച്ചാൽ അതാണ് ഹെവൻ ജോർജ് വന്ന് പിന്നെ വഞ്ചൂരിനെ പഠിക്കുന്നത് ബിജു നീര വരുന്നത് പോടാ എന്ന്. അവൻ അവന്റെ അപ്പനെ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവന്റെ അമ്മ അവന്റെ അപ്പനെ വിളിക്കുന്നത് കേട്ട് ഒക്കെ വളർന്ന ഒരു പാരമ്പര്യമാണ്. അത് വിളിച്ചോണ്ടിരിക്കട്ടെ, മുഖമില്ലാത്തവനാണ്. അപ്പൊ ഞാൻ നിന്റെ അച്ഛനാണെന്നാണ് വിചാരിച്ച് എന്നെ വിളിച്ചതെങ്കിൽ നിനക്ക് തെറ്റിപ്പോയടാ ബിനു എന്ന് മാത്രം ഓർപ്പിക്കുകയാണ്. ഹെവൻ ജോർജ് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്, തിരിച്ചു പോടാന്നുള്ളത്. വേണ്ട ഹെവനെ, അവന്റെ സംസ്കാരം അവന്റെ രീതിയിൽ പൊക്കോട്ടെ. നമുക്ക് ഇതൊന്നും, നമ്മളിതൊക്കെ താങ്ങും. ഷായൻ കണ്ടില്ലേ, ഒന്ന് വിരട്ടിയപ്പം തന്നെ അവന് നീ എന്ന് പറഞ്ഞ് എന്തോ സാധനം ഇട്ടിരിക്കുന്നു. അത് എനിക്കറിയാമല്ലോ, അവന്റെ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അവന്റെ അച്ഛൻ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അയാൾ കുറച്ച് പൈസ ഉണ്ടാക്കി ഇപ്പോൾ ഓടുന്നില്ല ആ ബിസിനസ്. അതെന്റെ കുറ്റമല്ല. ഇതൊക്കെ ഓരോ കഴിവ്, ഒരു നൃത്തമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഡ്രൈവിംഗ് സ്കൂളൊക്കെ ആണെങ്കിലും പ്രായം ചെല്ലും തോറും നമ്മുടെ കസ്റ്റമേഴ്സ് കുറഞ്ഞു വരും, പഠിക്കാൻ വരുന്നവരൊക്കെ. അതിന്റെ കുഴപ്പമാണ്. അത് അച്ഛൻ മടുത്തെങ്കിൽ ബിജു ആരംഭിച്ചു നോക്ക്. കേട്ടല്ലോ, അതായിരിക്കും നല്ലത്. അത് കൃത്യമായൊരു വിളി ഹെവൻ വിളിച്ചിട്ടുണ്ട്, പോടാ വിളിന്ന്. അതാ ഞാനും കൂടെ ചേർന്ന് വിളിക്കുന്നു, അവന് മാത്രമല്ല അവന്റെ അപ്പനെയും കൂടെ. അപ്പോൾ ഷായന്റെ ഗുണ്ടകൾ ഇതുപോലെ പലതും പറയും. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ കമന്റ് ഒന്നും കാണത്തില്ല. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ തുടരുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും